chocolate. നിനക്ക് വല്ലതും കിട്ടിയോ? ഇല്ലല്ലോ വായി. ഇവിടെയുള്ള മീനുകൾക്ക് ഇന്ന് എവിടെയോ വല്ല ഫംഗ്ഷനും ഉണ്ടെന്ന് തോന്നുന്നു. ഫംഗ്ഷനോ? മീനുകൾക്കോ? അതേന്നേ, മീനുകളാണെങ്കിലും അവരും മനുഷ്യരല്ലേ. അവർക്കും ഉണ്ടാവില്ലേ വല്ല കല്യാണമോ പാർട്ടിയോ ഒക്കെ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു സീം. എന്തൊരു ഇമാജിനേഷൻ. താങ്ക് യു നാമി. ഈ കമ്പനി തീരെ ഉറപ്പില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആവണമായിരുന്നു. അല്ല, എന്റെ ചൂണ്ടയിൽ ഇനി വല്ല സ്രാവോ തിമിംഗലമോ ആണ് കൊത്തുന്നതെങ്കിൽ കമ്പ് ഒടിഞ്ഞു പോവില്ലേ? എന്റെ സെയിം, അതൊക്കെ കടലിലെ കാണും. ഇത് കായലല്ലേ? അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോ സ്രാവ് വന്നാലോ? അയ്യോ, സ്രാവ്! അപ്പൊ നിങ്ങളായിരുന്നല്ലേ? അത് പിന്നെ ഞാൻ വിചാരിച്ചു വല്ല സ്രാവോ മറ്റോ ആയിരിക്കുമെന്ന്. പിന്നെ സ്രാവട്ടോന്നല്ലേ ശബ്ദമുണ്ടാക്കുക? ഉണ്ടാവും. വല്ല വെടിയുണ്ടയും വീങ്ങിയ സ്രാവാണെങ്കിലോ ടോ എന്ന ശബ്ദമുണ്ടാവും. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കുകളും വായിച്ചിട്ടില്ലാത്ത ആളായി പറയുന്നത്. ആട്ടെ, എന്താ പിങ്കു ഈ വഴിക്കൊക്കെ? ഇപ്പൊ തീരെ കാണാറില്ലല്ലോ. അതെ, ഹാപ്പി കിഡിനൊപ്പം ആകാശത്ത് തന്നെ കൂടിയതല്ലേ. അവിടെ പാവം ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാ ഞാനൊരു കമ്പനിക്ക് അവിടെ കൂടിയത്. ഓക്കെ, പെട്ടെന്നുള്ള ഈ വരവിന്റെ ഉദ്ദേശം? ഇത്രയൊക്കെ വേണോ? അല്പം മയത്തിലൊക്കെ ചോദിക്കേ. ശരിയാ, ഞാൻ പേടിച്ചു പോയി. ശരി, ചോദ്യം സിമ്പിൾ ആക്കാം. പിങ്കു ചുമ്മാ വന്നതാണോ? യെസ്, ഇപ്പൊ ഓക്കെ. വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. അവിടെ ബനാന കഴിച്ച് മടുത്തു കാണും അല്ലേ? അതെ, ഹാപ്പി കിഡ് ഫുൾ ടൈം ബനാനയല്ലേ കഴിക്കുക. അതെ, നിങ്ങൾ മീൻ പിടിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെയാവട്ടെ പിങ്കു, വിശന്നിരിക്കണ്ട, പോയിട്ട് വാ. ബൈ ബൈ. പാവം പിങ്കു, വല്ലതും കിട്ടിയാ മതിയായിരുന്നു. ബോസ്, നമ്മൾ ഈ നട്സുമായി ഇവിടെ വന്നത് എന്തിനാ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിച്ചതാ. അറിയാഞ്ഞിട്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല, കാരണം നിനക്കൊന്നും അറിയില്ലല്ലോ. അതെ ബോസ്, ഒന്നും അറിയാഞ്ഞിട്ട് ചോദിച്ചതാണ്. നമ്മൾ വല്ല കൃഷി തുടങ്ങാൻ പോകുന്നുണ്ടോ? ഫ്രെഡി ഇത് കണ്ടോ? ഇതിനകത്ത് ചില നട്സ് ചുവന്ന നിറത്തിൽ. യെസ് ബോസ്. അവയൊന്നും നാച്ചുറൽ അല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഓ, ഇപ്പൊ മനസ്സിലായി ബോസ്. നമ്മൾ നട്സിന്റെ ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. ഗുഡ് ഐഡിയ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എടാ ഫ്രെഡി, തോക്കിൽ കയറി വെടിവെക്കാതെ. അതിന് തോക്ക് എവിടെ ബോസ്? ദൈവമേ, ഇനി നീ വാ തുറന്നാൽ. ദൈവത്തെ അങ്ങനെയൊന്നും പറയാതെ ബോസ്. ദൈവത്തെ അല്ല, നിന്നോടാ പറഞ്ഞത്. ഇനി നീ വാ തുറന്നാൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയും, കേട്ടല്ലോ? കേട്ടു ബോസ്. അയ്യോ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഹാപ്പി കിഡിന്റെ കൂട്ടുകാരി പിങ്കുത്തത്ത ഇവിടെയാണ് മിക്കപ്പോഴും തീറ്റ തേടി വരാറ്. ഓ, പിങ്കുവിന് കൊടുക്കാം. അയ്യോ. അതെ, പിങ്കുവിന് കൊടുക്കാൻ തന്നെ. ആ പിങ്കു ഇതിൽ ഞാൻ ഉണ്ടാക്കിയ ചുവപ്പ് നട്സുകൾ തിന്നാൽ ചുവപ്പ് നട്സ് തിന്നാൽ പിങ്കു പിന്നെ എന്റെ നിയന്ത്രണത്തിലാവും. ഞാൻ പറയുന്നതേ അവൾ പിന്നെ അനുസരിക്കൂ. എന്താ? വാ തുറന്ന് പറയടോ ഫ്രെഡി. വളരെ നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞതാണ് ബോസ്. താങ്ക് യു. വിഡ്ഢിയാണെങ്കിലും നിനക്ക് ബുദ്ധിയുണ്ട്. താങ്ക് യു ബോസ്. അതാ പിങ്ക് വരുന്നു. വേഗം നട്സ് നിലത്തിട്. ഹായ്, നിറയെ നട്സ്. ഇന്നത്തെ കണി ഉഗ്രനായല്ലോ. വയറ് നിറയെ കഴിക്കണം. അയ്യോ, എനിക്കെന്തോ ഒരു മാറ്റം. എനിക്ക് നല്ല മാറ്റമുണ്ട്. ആകെ എന്തോ പോലെ. പിങ്കു, എന്റെ കയ്യിൽ വന്നിരിക്കൂ. യെസ് ബോസ്. യെസ്, ഞാൻ വിജയിച്ചു. ഇനി കളി കണ്ടോളൂ. എനിക്ക് ചൂണ്ടയിട്ട് മതിയായി. നമുക്ക് മറ്റെന്തെങ്കിലും കളിച്ചാലോ? മതി കളിച്ചത്, ഇനി വീട്ടിൽ പോ. അതെങ്ങനെ? പിങ്കു ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതല്ലേ. നമ്മളെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും. എന്തായാലും എനിക്ക് ബോറടിക്കുന്നു. ബോറടി മാറ്റാൻ ഹാപ്പി കിഡിനെ വിളിച്ചാലോ? ഗുഡ് ഐഡിയ. ഹിപ്പ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഞങ്ങൾ ചുമ്മാ വിളിച്ചതാ കേട്ടോ. അതെയോ, ഞാൻ ഓർത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വിളിച്ചതാണെന്ന്. ഹായ് പിങ്കു, നീ നേരത്തെ വന്നു അല്ലേ? അതെ, കുറച്ച് നേരത്തെ വന്നു. അതിലെന്താ? ആഹാ,
നല്ല ഗൗരവത്തിലാണല്ലോ. ഗൗരവത്തിലാ. ഹാപ്പി, എന്റെ കൂടെ ഒന്ന് വന്നേ. ഒരു കാര്യമുണ്ട്. അപ്പൊ ഞങ്ങൾ വരണ്ടേ? ഇവൾക്ക് ഇത് എന്തു പറ്റി? എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരി. ലാമി, പിങ്കുവിന്റെ പെരുമാറ്റത്തിന് എന്തോ ഒരു പന്തികേട് പോലെ. അത് ശരിയാ, എനിക്കും തോന്നി. നേരത്തെ പോയ പിങ്കു അല്ല തിരിച്ചു വന്നത്. ഒന്നുകിൽ പിങ്കു അങ്ങനെ സീരിയസ് ആയി അഭിനയിച്ചത്, അല്ലെങ്കിൽ അത് ആ ഡഗ്ലസും ഫ്രെഡിയും ഓരോ പുതിയ സൂത്രം കൊണ്ട് എപ്പോഴും ഇറങ്ങുന്നതല്ലേ. അവരെങ്ങാനും നമ്മുടെ പിങ്കുവിനെ എന്റെ ലുവായി, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഊഹിച്ച് പറഞ്ഞതല്ലേ. പക്ഷെ ഇതൊരു വല്ലാത്ത ഊഹമായി പോയി. അല്ല ലുവായി, സെയിൻ പറഞ്ഞതിലും കാര്യമുണ്ട്. വാ, നമുക്ക് ഡഗ്ലസിന്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം. ഫ്രെഡി, അങ്ങനെ പിങ്കുവിനെ ഉപയോഗിച്ച് നമ്മൾ ഹാപ്പി കിഡിനെ പിടികൂടിയിരിക്കുന്നു. ബോസിനെ പോലെ ഒരു ബുദ്ധിമാൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. കണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമായില്ലേ. പാവം ഹാപ്പി, അവനെ ഇനി എങ്ങനെ രക്ഷിക്കും? പിങ്കു അവരുടെ പിടിയിലായി. പിങ്കു പോയിക്കോ. ഫ്രെഡി, ദാ ഈ ഗ്രീൻ നെറ്റ് കണ്ടോ? ഇതൊരിക്കലും ആ പിങ്കു കാണാനോ കഴിക്കാനോ പാടില്ല. കഴിച്ചാൽ എന്താ? ഇത് കഴിച്ചാൽ അവൾ പഴയ പോലെയാകും. യെസ് ബോസ്. പിന്നെ മറ്റൊരു കാര്യം, ദാ ഈ 2 സ്വിച്ച് കണ്ടോ? അതിലൊന്നിൽ റെഡ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നല്ലോ. അതെ, ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയി ഹാപ്പി കിഡിന്റെ അരികിലെത്തിയിട്ട് ഒരു വിസിലടിക്കും. അപ്പോൾ റെഡ് സ്വിച്ച് അമർത്തണം. യെസ് ബോസ്. സൂക്ഷിക്കണം, റെഡ് സ്വിച്ച് അമർത്തിയാലേ ഹാപ്പി കിഡിന് ഷോക്ക് അടിക്കൂ. മറ്റേ സ്വിച്ച് അമർത്തിയാൽ നിനക്കായിരിക്കും ഷോക്ക് അടിക്കുക. അയ്യോ, അത് ഞാൻ തൊടുക പോലും ഇല്ല ബോസ്. ഗുഡ്, എങ്കിൽ ഞാൻ ചൊല്ലട്ടെ. എന്നിട്ട് ഹാപ്പി കിഡിന് വയർ കണക്ട് ചെയ്തിട്ട് വിസിലടിക്കാം. ഇതാണ് അവസരം. ഇതിൽ നമ്മൾ ജയിച്ചേ പറ്റൂ. എങ്കിലേ നമ്മുടെ 2 കൂട്ടുകാരെയും രക്ഷിക്കാൻ പറ്റൂ. നമ്മൾ പരാജയപ്പെട്ടാലോ? അവരെ 2 പേരെയും നമുക്ക് നഷ്ടപ്പെട്ടു. സെയിൻ, വിസിലടിക്കേ. ഇത്ര പെട്ടെന്നോ? സ്വിച്ച് ഇട്ടേക്കാം. ഹാപ്പി കിഡിന് ഷോക്ക് അടിച്ചെന്ന് തോന്നുന്നു. ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്തിരിക്കുന്നു. സെയിൻ, വിസിലടിക്കേ. വീണ്ടും വിസിലോ? ഹാപ്പി കിഡിന് ഒന്നുകൊണ്ട് മതിയായി കാണില്ല. ഒന്നുകൂടി അടിച്ചേക്കാം. ലുവായ്, സെയിൻ, വേഗം. സെയിൻ, നമ്മളെന്താ ഇവിടെ? എല്ലാം പറയാം, വാ. ലാമി, ലുവായ്, ഞാൻ വേഗം രക്ഷപ്പെടാം. ഹാപ്പി, എല്ലാം പറയാം. ഇതെന്താ ഡഗ്ലസ് പ്രതിമ പോലെ നിൽക്കുന്നത്? നമുക്ക് പാടത്ത് കൊണ്ടുവച്ചാലോ? നല്ലൊരു നോക്കുകുത്തിയാവും. ഫ്രെഡി പ്രതിമ ഉടഞ്ഞു പോയോ ആവോ? ഹേയ്, അങ്ങനെ വരില്ല. നല്ല തൊലിക്കട്ടിയാ.